بسم الله الرحمن الرحيم. والذين اتخذوا من دونه أولياء الله حفيظ عليهم وما أنت عليهم بوكيل وكذلك أوحينا إليك قرآنا عربيا لتنذر أم القرى ومن حولها وتنذر يوم الجمع لا ريب فيه فريق في الجنة وفريق في السعير ولو شاء الله لجعلهم أمة واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير وما اختلفتم فيه من شيء فحكمه إلى الله ذلكم الله ربي عليه توكلت وإليه أنيب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1701 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയുടെ പഠന പൂർത്തീകരണത്തെ തുടർന്നുള്ള 2ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ അല്ലാഹു ഹഫീളുൻ അലൈഹിം വമാ അൻത അലൈഹിം ബിവകീൽ وكذلك أوحينا إليك قرآنا عربيا لتنذر أم القرى ومن حولها وتنذر يوم الجمع لا ريب فيه فريق في الجنة وفريق في السعير ولو شاء الله لجعلهم أمة واحدة ولكن يدخل من يشاء في رحمته والظالمون ما لهم من ولي ولا نصير أم اتخذوا من دونه أولياء فالله هو الولي وهو يحيي الموتى وهو على كل شيء قدير وما اختلفتم فيه من شيء فحكمه إلى الله ذلكم الله ربي عليه توكلت وإليه أنيب. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. സൂറത്ത് ശൂറയിലെ ആദ്യത്തെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ പരിഗണിച്ചു വരികയാണ് നമ്മൾ. ഇന്നലെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ അതിനുള്ള പ്രതികരണങ്ങൾ നൽകുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ബാക്കി ചോദ്യങ്ങൾ പരിഗണിക്കുകയാണ്. അതിലൊന്നാമത്തേത്, അള്ളാഹു യാഥാർത്ഥ്യമാണ് എന്ന് അവകാശപ്പെടുന്നവർ യുക്തി അനുസരിച്ച് കാര്യങ്ങളെ ഗ്രഹിക്കണമെന്ന് പറയുന്നത് അർത്ഥശൂന്യമായതാണ്. യാഥാർത്ഥ്യമാണ്, അതിനെ മനസ്സിലാക്കാൻ യുക്തി വേണ്ട. ഇതാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം. ഇത് 2 വ്യത്യസ്തമായ ദാർശനിക വീക്ഷണങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രശ്നം ഇദ്ദേഹം ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തില് ഭാരതീയ ദർശനത്തിലുള്ള
ചില യുക്തി വിചാരങ്ങളോ അല്ലെങ്കിൽ ദാർശനികമായ നിഗമനങ്ങളോ ആണ് ഇദ്ദേഹം രണ്ടാമതായി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതായത് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ യുക്തി ആവശ്യമില്ല, അത് അങ്ങ് ബോധ്യപ്പെടലാണ് എന്നുള്ള നിലക്കുള്ള ഒരു കാര്യം. പക്ഷെ ഇസ്ലാം ആ ഒരു ദാർശനിക തലത്തിലല്ല കാര്യങ്ങളെ സമീപിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യന് പരിചയമുള്ള പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രാപഞ്ചികവും മറ്റുമായ മനുഷ്യന് പരിചയമുള്ള പ്രതിഭാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള യുക്തി വിചാരം തന്നെയാണ് അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുന്നതിനുള്ള ഒരു മാനദണ്ഡമായിട്ട് ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു ആയാത്തുകൾ പരാമർശിക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുപോലെ യുക്തിബോധത്തെ തട്ടി ഉണർത്തുന്ന കാര്യങ്ങളെ വളരെ റാഷണൽ ഗ്രൗണ്ടിൽ ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഒക്കെ ബോധ്യപ്പെടുത്തുന്നത്. ഈ പ്രപഞ്ചം ദൈവിക സൃഷ്ടിയാണ്. ഈ ദൈവിക സൃഷ്ടിയിലെ ഓരോ സംഗതിയും കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ട് നിലവിൽ വന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾക്ക് ഒരു ആസൂത്രകൻ അനിവാര്യമാണ്. ഈ ഒരു രീതിയിലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ ദാർശനികതയും യുക്തിപരതയും ഒക്കെ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഈ ഒരുപക്ഷെ അദ്ദേഹം സൂചിപ്പിച്ച വിധത്തിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ യുക്തി വേണ്ട എന്ന ഒരു നിരീക്ഷണം, അത് അഭൗമമായ വിധത്തിൽ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ബോധ്യം എന്നൊക്കെയുള്ള നിലക്കായിരിക്കണം അവർ വിവരിക്കുന്നുണ്ടാവുക. എന്തായാലും അങ്ങനെ അടിസ്ഥാനരഹിതമായ ബോധ്യങ്ങളായാൽ അതിന് അടിത്തറയില്ലാത്തൊരു സംഗതിയാവും എന്ന് മാത്രമല്ല, അങ്ങനെ വൈയക്തികമായ ബോധ്യങ്ങൾ ഉണ്ടാകാത്ത ആളുകളെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വൈയക്തികമായ ബോധ്യങ്ങൾ ഉണ്ടായില്ല എന്നതിന്റെ പേരിൽ ഒരാളെ വിചാരണ ചെയ്യാനോ അയാൾക്ക് രക്ഷാശിക്ഷകൾ തീരുമാനിക്കാനോ ഒന്നും കഴിയില്ല. രക്ഷാശിക്ഷകൾ തീരുമാനിക്കാനും അതുപോലെ വിചാരണ നടത്താനും ഒക്കെ സാധിക്കണമെങ്കിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന യുക്തി തലങ്ങൾ കാര്യങ്ങൾക്ക് വേണം. അത് വൈയക്തികമായ ചില ബോധ്യങ്ങൾ എന്ന നിലക്ക് വരുമ്പോ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് പോവുക എന്നുള്ളത് കഴിയില്ല എന്നതാണ് വസ്തുത. അപ്പൊ ഇസ്ലാം എന്തായാലും അങ്ങനെയുള്ള വൈയക്തികമായ കേവല ബോധ്യങ്ങളെയല്ല ആശ്രയിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്രപഞ്ചത്തിലുള്ള അസംഖ്യം അടയാളങ്ങളാണ് അള്ളാഹു എന്ന അസ്തിത്വം യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം പരാമർശിക്കപ്പെടുന്നത് അങ്ങനെയുള്ള പ്രതിഭാസങ്ങളാണ്. അത്തരം പ്രതിഭാസങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള യുക്തി വിചാരമാണ് അള്ളാഹുവിന്റെ യാഥാർത്ഥ്യം, അള്ളാഹു എന്ന പ്രപഞ്ച സൃഷ്ടാവ് എന്ന യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ആ ഒരു അടിത്തറയിലാണ് ഇസ്ലാം അതിന്റെ ജീവിത ദർശനവും പദ്ധതികളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ അത് വേണ്ടതില്ല, അതിന് യുക്തി ആവശ്യമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ അന്വേഷണങ്ങളോ സമീപനങ്ങളോ ആയിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ ഇസ്ലാമിന് അത് സ്വീകാര്യമല്ല. ഇസ്ലാം മനുഷ്യന്റെ തികഞ്ഞ ബുദ്ധിപരമായ യുക്തിപരമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദൈവിക വിശ്വാസത്തെ അടിത്തറപ്പെടുത്തി അത് ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത് എന്നതുകൊണ്ട് ഇത് രണ്ടും കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് അങ്ങനെയുള്ള യുക്തി ആവശ്യമില്ലാത്തൊരു വൈകാരികമോ വ്യക്തിതലത്തിലുള്ള വൈയക്തികമോ ആയ ബോധ്യങ്ങൾ മതി എന്ന ഒരു നിലപാട് സ്വീകരിച്ച് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങളെ വിലയിരുത്തുക എന്നത് ശരിയായ ഒരു സമീപനമല്ല. കാരണം ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ആശയ അടിത്തറയുണ്ട്, യുക്തി തലമുണ്ട്, ദാർശനിക രീതിയുണ്ട്. അത് രണ്ടും
ഒന്നാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ കൂട്ടിക്കലർത്തിയിട്ട് ഒന്ന് ഇത് വേണ്ടതില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അത് രണ്ടും രണ്ട് വ്യത്യസ്തമായ സമീപനങ്ങളാണ്, വ്യത്യസ്തമായ സിസ്റ്റംസ് ആണെന്ന് പറയാം. അതിൽ ഏത് ശരി ഏത് തെറ്റ് എന്നത് അനുഭവത്തിലൂടെ നിങ്ങൾ പരിശോധിച്ച് തീരുമാനിച്ചോളൂ. അത്രേ അതേക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. മറ്റൊരു ചോദ്യം, അള്ളാഹു വിഭവങ്ങൾ നൽകി എന്ന് പറയുന്നത് ശരിയാണോ? യുദ്ധമുതലുകൾ വീതിക്കുമ്പോൾ അതിലൊരു പങ്ക് റസൂലിനൊപ്പം വീതിച്ചെടുക്കുകയല്ലേ അള്ളാഹു ചെയ്തത് എന്നാണ്. ഈ വിഭവങ്ങൾ അള്ളാഹു നൽകി എന്ന് പറയുമ്പോൾ ആകാശഭൂമികളിലും പ്രപഞ്ച സാകല്യത്തിലും ഒക്കെയായി മനുഷ്യനും ജീവജാലങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടുന്ന സകല വിഭവങ്ങളും ഒരുക്കിയിട്ടുള്ളത് അള്ളാഹു ആണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അതില് അള്ളാഹു നൽകി എന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. കാരണം സകലത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ്. അതുകൊണ്ട് തന്നെ അതില് മറ്റൊരു വിഷയം കടന്നു വരുന്നില്ല. അങ്ങനെ എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു യുക്തി തലത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധമായിട്ട് ഒരു ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ ഒരു സൃഷ്ടാവ്, എല്ലാറ്റിന്റെയും കാരണഭൂതനായ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന ഒരു അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുമ്പോഴേ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അത് ഉൾക്കൊള്ളാൻ മനുഷ്യന് പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കുക മാത്രമേ വേണ്ടതുള്ളൂ എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞ യുദ്ധം മുതലുകൾ വീതിക്കുമ്പോൾ അതിലൊരു പങ്ക് റസൂലിനൊപ്പം വീതിച്ചെടുക്കുകയല്ലേ അള്ളാഹു ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ഉന്നയിച്ച ആള് വല്ലതും കണ്ടോ? യുദ്ധം മുതലുകൾ വീതിച്ചെടുത്തിട്ട് അള്ളാഹുവിനുള്ള 1/5 മാറ്റിവെച്ച് അള്ളാഹു അത് വന്ന് ഏറ്റുവാങ്ങുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ചരിത്രത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അള്ളാഹു അങ്ങനെ അത് വന്ന് സ്വീകരിക്കുന്നത്, ഏറ്റുവാങ്ങുന്നതായിട്ട്. മനുഷ്യന്റെ പ്രയോജനത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക്, പ്രയത്നങ്ങൾക്കും ഒക്കെ ആയിട്ട് ചെലവഴിക്കാൻ വേണ്ടി നീക്കിവെക്കുന്ന ഒരു വിഹിതമുണ്ട് 1/5. അങ്ങനെ നീക്കിവെക്കണം എന്ന്, പൊതു ആവശ്യത്തിനായി നീക്കിവെക്കണം എന്നുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശം. ആ വിഹിതത്തിനാണ് അള്ളാഹുവിനായിട്ടുള്ള വിഹിതമായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വ്യയം ചെയ്യാനുള്ള ഒരു വിഹിതം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹു അത് വന്ന് ഏറ്റുവാങ്ങുമെന്നോ അതുകൊണ്ട് അള്ളാഹുവിന് വ്യക്തിപരമായിട്ട് പ്രയോജനമുണ്ട് എന്നോ ഒന്നുമല്ല. ഇത് നിങ്ങൾ ആ വിവരണത്തെ മനസ്സിലാക്കുന്നതിന്റെ ഒരു പിഴവാണ്. ഈ കാര്യം ഞാൻ ഇന്നലെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എന്തെല്ലാം ഭയപ്പെടുത്തലുകളാണ് ഈ എങ്ങും തൊടാത്ത ഭയപ്പെടുത്തലും അതുപോലെ സ്വർഗ പ്രലോഭനവുമാണ് മതത്തെ കുറെയെങ്കിലും പിടിച്ചു നിർത്തുന്നത് എന്നാണ്. മതത്തെ കുറെയെങ്കിലും പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെ പറയുമ്പോ ഈ പറയുന്ന ആള് കരുതുന്നത് മതം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാണ്, ലോകത്ത് വളരെ പരിമിതമായ ആളുകൾ മാത്രമേ മതത്തെ ഉൾക്കൊള്ളുന്നുള്ളൂ, അത് തന്നെ ഇപ്പൊ പിടിവിട്ടു പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു സ്വരം അതിന് അടങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തില് ഇങ്ങനെ സങ്കല്പിക്കുന്ന ആളുകളുടെ എണ്ണമാണ് ലോകത്ത് വളരെ കുറവുള്ളത്. വളരെ പരിമിതമായ എണ്ണം ആളുകളാണ് ഇപ്പോ ഈ ചോദ്യം ഉന്നയിച്ച ആളെ പോലെയൊക്കെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ മതരഹിതമായ ഒരു സമീപനം കാര്യങ്ങളെ വിലയിരുത്തുന്നതിൽ സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. ആളുകള് നേരിടുന്ന പ്രതിസന്ധി മുഖ്യമായിട്ടും ഒരു ജീവിത ദർശനം ഉൾക്കൊണ്ട ആളുകള് അത് പാലിക്കുന്നതിൽ, അതിന്റെ ജീവിത വ്യവസ്ഥ പാലിക്കുന്നതിൽ പരാജയം പലപ്പോഴും ഏറ്റുവാങ്ങുന്നു. അവർക്കത് അവരുടെ പല ചാപല്യങ്ങളുടെയും മുന്നില് അവര് ഈ തത്വങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്നതൊക്കെയാണ് മുഖ്യമായിട്ട് കാണപ്പെടുന്ന പ്രശ്നം. അപ്പൊ ഈ ഭയപ്പെടുത്തലും സ്വർഗപ്രലോഭനവും ഒക്കെയാണ് ജനങ്ങളെ പിടിച്ചു നിർത്തുന്നതെന്ന് പറഞ്ഞാൽ, ഭയപ്പെടുത്തലിനും സ്വർഗപ്രലോഭനത്തിനും അതിൻ്റെതായ ഒരു റോളുണ്ട്. കാരണം ഇതൊന്നുമില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി എന്ത് പണിയെടുക്കുന്നു? സ്വർഗമില്ല, നരകവുമില്ല, ശിക്ഷയില്ല, രക്ഷയില്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടി പണിയെടുക്കുന്നു? സ്വന്തം ജീവിത താല്പര്യങ്ങളുടെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ. എന്തിനാണ് അയാള് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്? ജീവിതത്തിൽ ഒരു അച്ചടക്കം പാലിക്കുകയും ചില ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടരുകയൊക്കെ ചെയ്യുന്നത് ഈ
സ്വർഗ നരകങ്ങൾ എന്ന സംഗതി ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ്. അതിലെന്താ സംശയമുള്ളത്? അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് യാഥാർത്ഥ്യമല്ല എന്ന് നിങ്ങൾ നേരത്തെ സങ്കല്പിച്ചു വെച്ചിട്ട് ആക്രമണം നടത്തുകയാണ്. അത് യാഥാർത്ഥ്യമല്ല എന്നത് നിങ്ങളുടെ മാത്രം ഒരു ധാരണയാണ്. ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക്, വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്ന ആളുകൾക്ക് കൃത്യമായ ബോധ്യമുള്ള സംഗതിയാണ് ഈ പാരത്രിക ലോക ജീവിതം, അതിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയതൊക്കെയും തന്നെ. അപ്പൊ അതിൽ പിടിച്ചു നിർത്തുക എന്നൊന്നും പറയുന്ന രീതിയിൽ ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന അവസ്ഥയൊന്നും മതങ്ങൾക്കില്ല. ഒരു മതത്തിനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധയാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോ ഒരു ജിഹാദ് കഴിഞ്ഞ് മറ്റൊരു ജിഹാദിലേക്കാണ്, അതിനേക്കാൾ വലിയൊരു ജിഹാദിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്, അത് ജിഹാദുൻ നഫ്സാണ് എന്ന് ചൂണ്ടിക്കാണിച്ച ഒരു സംഭവം കാണാം. അതായത് സ്വന്തം ആത്മാവിനോട് ദൈവിക മാർഗദർശനങ്ങളെയും തത്വങ്ങളെയും അതുപോലെ മൂല്യങ്ങളെയും ഒക്കെ പാലിക്കാൻ സ്വയം വഴങ്ങുന്നവനായി മാറുക എന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതില് മനുഷ്യൻ പലപ്പോഴും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും ഒക്കെ നേരിടുന്നു എന്നതാണ് അവന് അഭിമുഖീകരിക്കാനിരിക്കുന്ന വലിയൊരു പോരാട്ട രംഗം. ഈ ഒരു മേഖലയിൽ മനുഷ്യന് പലപ്പോഴും അങ്ങനെയുള്ള പിടിച്ചു നിൽക്കാൻ പ്രയാസം അനുഭവപ്പെടുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അതല്ലാതെ ദൈവിക വിശ്വാസം ഉൾക്കൊള്ളുന്നതില് അള്ളാഹുവിന്റെ ദീൻ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഈ സ്വർഗവും നരകവും പ്രേരണയാകുന്നു എന്ന സമയത്ത് തന്നെ ഈ മതം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവിടെയൊന്നും പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. വ്യക്തികൾക്ക് അവരുടെ പല ചാപല്യങ്ങളുടെയും മുന്നിൽ ചിലപ്പോ കാലിടറി പോകുന്നതോ വീഴ്ച സംഭവിക്കുന്നതോ ഒക്കെ ഉണ്ടാവും. അല്ലാതെ അതിന്റെ യുക്തിതലത്തിലുള്ള ബോധ്യത്തിന്റെ കാര്യത്തിൽ ഈ പിടിച്ചു നിൽക്കായിക എന്നൊരു വിഷയം വരുന്നില്ല. നരകവും സ്വർഗവും ഒക്കെ അതിന്റെ അടിസ്ഥാനം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യം, ചെറുപ്പത്തിൽ തന്നെ കുത്തിവെക്കുന്ന ഈ ഭയത്തെ അതിജീവിക്കാൻ കഴിയുന്നവർ മതം ഉപേക്ഷിക്കും എന്നതല്ലേ കരുതേണ്ടത് എന്നതാണ്. അങ്ങനെ ബോധം തെളിഞ്ഞ ഘട്ടത്തില് ചിലരുടെ യുക്തി വിചാരത്തിലോ അല്ലെങ്കിൽ ചിലർ ജീവിതത്തിൽ അകപ്പെട്ടിട്ടുള്ള ചില പ്രലോഭനങ്ങളുടെ ഫലമായിട്ടോ ഒക്കെ ഈ മത സംവിധാനങ്ങളിൽ നിന്നോ മതവിശ്വാസത്തിൽ നിന്നോ ഒക്കെ തെന്നിപ്പോകാൻ സാധ്യതയുണ്ട്. അത്തരം ചില ആളുകൾ മതവിശ്വാസം ഉപേക്ഷിക്കാനും ഇടയുണ്ട്. അത് ഈ ചെറുപ്രായത്തിൽ ഉൾക്കൊണ്ട യാഥാർത്ഥ്യത്തെ അവർക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ല, അവരുടെ വ്യക്തിപരമായ പല ചാപല്യങ്ങളുടെയും മുന്നിൽ അവര് അടിയറ പറയുകയാണ് എന്നതാണ് ആ കാര്യം. മിക്ക വിഷയങ്ങളിലും മിക്ക ആളുകളുടെ കാര്യത്തിലും അങ്ങനെയാണ്. ചെറുപ്രായത്തിൽ അവർ പഠിച്ച, ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ ഇളകിയത് കൊണ്ടൊന്നുമല്ല. നമ്മുടെ വിദ്യാഭ്യാസ ക്രമം പോലെയുള്ള സംവിധാനങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് നിരീശ്വരത്വവും നിർമ്മതത്വവും ഒക്കെ ഒരു ശരിയായ അടിത്തറയായിട്ട് പഠിപ്പിക്കപ്പെടുമ്പോൾ അതിന് കൂടുതലായിട്ട് സമയം മാറ്റിവെക്കുകയും വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഒരു അടിത്തറയായിട്ട് തന്നെ നിരീശ്വരത്വവും നിർമ്മതത്വവും വരുമ്പോൾ അതിന്റെയൊക്കെ സ്വാധീനം കൂടുതലായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില ചാപല്യങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി പോകുന്ന ആളുകൾ, ഇവരൊക്കെ മതം ഉപേക്ഷിക്കുന്നവരായിട്ട് മാറുന്നുണ്ടാവും എന്നതല്ലാതെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിന്റെ യുക്തിപരതയെ ബോധ്യപ്പെടാതെയോ അല്ലെങ്കിൽ അത് യുക്തിപരമല്ല എന്ന് മനസ്സിലാക്കിയതിനാലോ മതം ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ വളരെ അപൂർവമാണ്. ഒറ്റപ്പെട്ട, അതും അവരുടെ ചില താല്പര്യങ്ങളാണ് അതിന് കൂടുതലും പിൻബലമാവുന്നത് എന്നതാണ് ശരി. അപ്പോ അങ്ങനെ മതം ഉപേക്ഷിക്കൽ മതത്തിന് ഭീഷണിയാകുന്നത് കൊണ്ടാണ് മതം ഉപേക്ഷിക്കൽ എന്നത് വലിയ ശിക്ഷ അർഹിക്കുന്ന കുറ്റമാക്കി ശിക്ഷ നൽകുന്നത് എന്നതല്ലേ ശരി എന്നാണ്. മതത്തിൽ അങ്ങനെ ആരെയും പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യമില്ല. അയാൾ ഇസ്ലാമിലേക്ക് സ്വമേധയാ വരുന്നത് വരെ അയാളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ഒരു സംവിധാനവും ഇസ്ലാമിലില്ല.
പക്ഷെ ഇസ്ലാമിക സമൂഹം ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനം ഉള്ള ഒരു സമൂഹമാണ്. അതിന് ചില രാഷ്ട്രീയ നിയമങ്ങളും അതുപോലെ സാമൂഹ്യ നിയമങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ സാമൂഹ്യ നിയമങ്ങളെയും രാഷ്ട്രീയ നിയമങ്ങളെയും ലംഘിക്കാതെ രാജ്യദ്രോഹപരമായി പ്രവർത്തിക്കുന്ന സംഗതികളിലേക്ക് ചെന്ന് ചാടാതെ ഒരാള് സ്വകാര്യതയിൽ വിശ്വാസം ഉപേക്ഷിച്ച് അയാളങ്ങനെ അയാളുടെ ഒരു ലോകത്ത് കഴിയുകയാണെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിനോ ഭരണ സംവിധാനത്തിനോ ഭരണകൂടത്തിനോ ഒന്നും ഒരു വെല്ലുവിളിയാകാത്തിടത്തോളം കാലം ഇസ്ലാം അയാളെ തെരഞ്ഞു ചെന്ന് കണ്ടുപിടിച്ച് അയാളുടെ ഈമാൻ, അയാളുടെ വിശ്വാസം പുനഃപരിശോധിച്ച് വിശ്വാസമില്ല എന്ന് ഉറപ്പുവരുത്തി അയാളെ ശിക്ഷിക്കുക എന്നൊരു പരിപാടി ഇസ്ലാമിലില്ല. ആരെങ്കിലും ദീനോ വിശ്വാസമൊക്കെ ഉപേക്ഷിക്കുമ്പോൾ അയാൾ സമൂഹത്തിനൊരു ഭീഷണിയാകുന്ന വിധത്തിൽ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ മാത്രമാണ് അയാൾക്കെതിരിൽ നടപടി ഉണ്ടാവുക. മറ്റത് ആരും പരിഗണിക്കാൻ തന്നെ പോകുന്നില്ല. അതിന് പ്രത്യേകിച്ചൊരു ഇൻക്വിസിഷനോ അല്ലെങ്കിൽ ഒരു വിചാരണ കോടതിയോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതൊക്കെയാണ്. അതേ സമയത്ത് സമൂഹത്തിന് രാഷ്ട്രത്തിന് ഒക്കെ ഭീഷണിയാവുന്ന വിധത്തിൽ ഒരാള് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനെതിരിൽ നടപടി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നടപടി ഇല്ലാത്ത ഒരു സംവിധാനവും ലോകത്തില്ല, ഒരു ലോക സാമൂഹ്യ ഘടനയും ഇല്ല. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മതം ഉപേക്ഷിക്കുന്നത് ബുദ്ധിപരമായിട്ട് ഇസ്ലാമിന്റെ യുക്തിപരത ഇല്ലായിക ബോധ്യപ്പെട്ടത് കൊണ്ടാണ് എന്നൊരു ധാരണയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരെയോ സംവിധാനങ്ങളെയോ സമീപിച്ച് ഇസ്ലാമിന്റെ യുക്തിപരത മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. അതിനുള്ള യാതൊരു തടസ്സവുമില്ല. ഇസ്ലാമിന് യുക്തിപരത ബോധ്യപ്പെടുത്തി തരാൻ കഴിയാത്തതായ ഒരു മേഖലയും ഇല്ലതാണ്. ഒരു വിഷയത്തിലും ഇസ്ലാമിന്റെ യുക്തിപരത പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇസ്ലാം അതിന്റെ യുക്തിപരതയിൽ തന്നെയാണ് സകലതും ബിൽഡപ്പ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ആരാധനക്ക് നന്ദി കാണിക്കുന്ന സ്രഷ്ടാവ് എന്നത് ഒരു തമാശ പോലെ സൂചിപ്പിച്ചേ കാണാം. അദ്ദേഹം ഒരു പക്ഷേ 23-ാമത്തെ ആയത്തിന്റെ അവസാനത്തിലുള്ള ഒരു പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. 23-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ എന്ന് പറയുന്നത് കാണാം. അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും കൃതജ്ഞതയുള്ളവനുമാണ് എന്നാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം. ഈ ഷക്കൂർ എന്ന വാക്കിന് അല്ലെങ്കിൽ ശുക്ർ എന്ന വാക്കിന് വിശുദ്ധ ഖുർആനിലെ ഒരേ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. വലിയ പരിഗണന നൽകുന്നവൻ, അംഗീകാരം നൽകുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോ ഒരു അള്ളാഹുവിന്റെ ഒരു ദാസൻ, ഒരു അബ്ദ് അള്ളാഹുവിന് വിധേയപ്പെടുകയും അവന്റെ വ്യവസ്ഥക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവന് വിധേയത്വം നൽകിക്കൊണ്ട് കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാത്ത ആളും ഇങ്ങനെയുള്ള ആളും ഒരുപോലെ ആവുകയില്ല. തീർച്ചയായിട്ടും അങ്ങനെ അള്ളാഹുവിന് വിധേയത്വം കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായ പരിഗണന നൽകുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു അംഗീകരിക്കുന്നുണ്ട്. അതിന് അവൻ പ്രതിഫലം നൽകുന്നുണ്ട്. ഈ അംഗീകാരവും പ്രതിഫലം നൽകലും അതുപോലെയൊക്കെയുള്ള സംഗതികൾ, അവനെ അനുഗ്രഹിക്കലും, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളെയാണ് അതിന്റെ ആ ആശയം സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് ഷക്കൂർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അള്ളാഹു വന്ന് നന്ദി പ്രകടനം നടത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹു അയാളുടെ ആ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു, അതിന് അംഗീകാരം നൽകുന്ന വിധത്തിലുള്ള പല അനുഗ്രഹങ്ങളും അവന് നൽകുന്നു എന്നൊക്കെയാണ് അതിന്റെ സൂചന. അപ്പൊ അള്ളാഹു ഈ ആളുകളുടെ നന്മ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവരോട് കൃതജ്ഞത കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ അംഗീകാരവും പരിഗണനയും നൽകുന്നു എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു ഔപചാരികമായ നന്ദി പറയുന്ന ഒരു കാര്യം പറയുന്ന സംഗതിയല്ല അത്. പിന്നെ മറ്റൊരു വിഷയം, ഹൃദയം മുദ്ര വെച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള വാദങ്ങൾ മനുഷ്യനെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയാണെന്ന്
എന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഇസ്ലാമിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ് എന്തിനാണ് മനസ്സുകൾക്ക് മുദ്ര വെക്കുന്നത് എന്നാണ്. ഈ മനസ്സുകൾക്ക് മുദ്ര വെക്കുക എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് പറയുന്ന വിധത്തിൽ അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ഒരു മുദ്ര വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊരു മുദ്ര വെക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പരാമർശമല്ല. യഥാർത്ഥത്തില് ഒരു ആലങ്കാരികമായ ഒരു മെറ്റഫോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കുക, മനസ്സിന് മുദ്ര വെക്കുക എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു മുദ്രയോ അതുപോലെയുള്ള സംഗതിയോ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമല്ല. മനസ്സുകൾ അടഞ്ഞതായി മാറുന്നു, അതിലേക്ക് പിന്നീടൊന്നും കേൾക്കാണ്ടാവുന്നു. ഇത് അള്ളാഹു ചെയ്യുന്നത് എന്നതിനേക്കാൾ ഏറെ അവര് സ്വയം വരുത്തി വെച്ചതാണ്. അവര് കാണിക്കുന്ന നിരന്തരമായി കാണിച്ചുകൊണ്ടിരുന്ന യുക്തിരാഹിത്യവും സത്യം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധതയില്ലായ്കയും അതുപോലെ നിലപാടുകളിലെ സത്യസന്ധതയില്ലായ്കയും ഒക്കെ കാരണമായിട്ട് മനസ്സിനൊരു ആവരണം വന്ന് പെടുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു ഓപ്പൺനെസ്, ഒരു വിശാലത, ഒരു തുറന്ന മനസ്സ് ഇല്ലാണ്ടാവും. അപ്പോ പിന്നെ മറ്റു പലർക്കും കാണാൻ കഴിയുന്ന സത്യം ഇവർക്ക് കാണാൻ കഴിയാണ്ടാവും. മറ്റു പലർക്കും ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ഇവർക്ക് ലഭിക്കാതെയാവും. ഇത് ഓരോരുത്തരുടെയും നിലപാടുകളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രതികരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് സംഭവിക്കുന്ന മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ അള്ളാഹു ആലങ്കാരികമായിട്ട് പറയുകയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു എന്ന്. അല്ലാതെ അവിടെ മുദ്ര വെക്കാൻ ഒരു മലക്കിനെ ചുമതലപ്പെടുത്തി ആ മലക്ക് ഓരോരുത്തരുടെയും നിലപാടൊക്കെ നോക്കിയിട്ട് അങ്ങ് ശീലടിച്ച് വിടുകയാണ്, പിന്നെ അതിലേക്കൊന്നും കയറൂല. അങ്ങനെയുള്ള മനസ്സിലാക്കലൊക്കെ വളരെ ബാലിശമായ ഒരു മനസ്സിലാക്കലാണ്. അതല്ല ശരി. ആളുകളുടെ നിലപാട് സത്യസന്ധതയില്ലായ്ക, സത്യത്തിനോടുള്ള ആഭിമുഖ്യമില്ലായ്ക ഒക്കെ കാരണമായിട്ട് അത് നിരന്തരമായി ആവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി അവരുടെ മനസ്സുകൾക്ക് ഉണ്ടാകുന്ന ഒരു പരിണിതിയാണ് ഈ പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് പിന്നെ ഒന്നും കേറൂല എന്നുള്ള അവസ്ഥ. അത് ചില വളരെ മുതിർന്ന ആളുകൾ ജീവിതകാലം മുഴുവനും സത്യനിഷേധം അതുപോലെ ദൈവനിഷേധം ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഒരാള്, അയാൾ 75-80 വയസ്സായി കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒരു 5-10 വർഷം അയാൾക്ക് നീട്ടിക്കൊടുത്തു എന്ന് സങ്കല്പിച്ചു നോക്കൂ. അയാള് സത്യം കണ്ടെത്തി തിരിച്ചു വരും. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, അയാള് ദീർഘകാലമായിട്ട് ഒരു സംഗതിയെ കാണാൻ കൂട്ടാക്കാതിരിക്കുകയാണ്. കരുതി കൂട്ടി അയാള് ആ കാര്യങ്ങൾ കാണാതെ അങ്ങനെ നിൽക്കുകയാണ്. അത് കാരണമായിട്ട് അയാൾക്കൊരു ഒരു ശീലം വന്നിട്ടുണ്ടാവും, മനസ്സിനൊരു ശീലം വന്നിട്ടുണ്ടാവും. ആ ശീലം കാരണമായി പിന്നെ അയാള് നേരത്തെ പലർക്കും കാണാൻ കഴിഞ്ഞ സംഗതികൾ ഒന്നും കാലം നീട്ടിക്കൊടുക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അയാൾക്ക് അത് കാണാൻ കഴിയില്ല. അയാളുടെ ഹൃദയത്തിനൊരു മുദ്ര പതിഞ്ഞ പോലെയാണ് ഉണ്ടാവുക. പിന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ അയാളിൽ ഉണ്ടാവും. അപ്പൊ ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോ എല്ലാവരും ഇസ്ലാമിൽ ചേരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ്, അങ്ങനെയുള്ള ആഗ്രഹം എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ പ്രയോഗമാണ്. അള്ളാഹു ആഗ്രഹിച്ച ഒരു സംഗതി നടപ്പിലാവാതിരിക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആഗ്രഹം എന്നത് അള്ളാഹു ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന നിലക്ക് മനസ്സിലാക്കുന്നതാണ് ശരി. എല്ലാവരോടും മനുഷ്യരോടൊക്കെയും അള്ളാഹു അവന് വിധേയപ്പെടുന്നവരാകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അത് ആഗ്രഹിച്ചാൽ പിന്നെ അത് നടക്കാൻ പ്രയാസാണ് എന്ന് വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. അപ്പോ അത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രയോഗമല്ല ഈ ആഗ്രഹിക്കുക എന്നുള്ള സംഗതി. എന്തായാലും മനസ്സുകൾക്ക് മുദ്ര വെക്കുക എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. അവരുടെ നിലപാടുകൾ കാരണമായിട്ട് പിന്നെ സത്യം അവർക്ക് കാണാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ, അതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, പെട്രോളിയം പോലുള്ള വിഭവങ്ങളെ ഇറക്കി കൊടുത്തതല്ല, അത് ഭൂമിയുടെ അടിയിൽ നിന്ന് മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് മനുഷ്യൻ കണ്ടെത്തി പുറത്തെടുക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം അള്ളാഹു ചെയ്തതാണ് എന്ന് അവകാശപ്പെടുന്നത് അനീതിയല്ലേ, അപഹാസ്യമല്ലേ എന്നൊക്കെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്ന് പ്രപഞ്ച
സാകല്യത്തിലെ സകല സംഗതികളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നതാണ്. ഈ പെട്രോളിയം പോലെയുള്ള സംഗതികളും അതിന്റെ ഭാഗമാണ്. അത് ഇറക്കി കൊടുത്തു അല്ലെങ്കിൽ നേരത്തെ തന്നെ അവിടെ സജ്ജീകരിച്ചു എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ അവ്യക്തതയോ അല്ലെങ്കിൽ അപര്യാപ്തതയോ കാണും. ആ പ്രയോഗങ്ങളല്ല ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അത് ചിലപ്പോൾ വിശദീകരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ ഒരു പദം മറ്റും ഉപയോഗിച്ച് പോയിട്ടുണ്ടാവാൻ ഇടയുണ്ട്. അത് ഒരു തെറ്റായ ഒരു പ്രയോഗമായിട്ട് കാണാം. പക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രപഞ്ചത്തിൽ, അത് ഭൂമിക്കടിയിലുള്ളതായാലും വാന ലോകത്തുള്ളതായാലും ആകാശത്തുനിന്ന് മഴ ഇറങ്ങി വരുന്നത് പോലെയുള്ള സംഗതിയായാലും ഇതൊക്കെ തന്നെയും ദൈവികമായ സജ്ജീകരണങ്ങളാണ്, ദൈവികമായി ഒരുക്കി വെച്ച സംഗതികളാണ്. ഇതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നെ പെട്രോളിന്റെ കാര്യത്തിൽ തന്നെ പെട്രോളിയത്തിന്റെ ശാസ്ത്രീയമായ വിശദീകരണം മനസ്സിലാക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമുഖത്ത് ഉണ്ടായിരുന്ന വൃക്ഷങ്ങളും മരങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ ചത്തൊടുങ്ങിയതിന് ശേഷം അതിന്റെ ഫോസിലുകളിൽ നിന്ന് ഊറിയുണ്ടായതാണ് ഈ പെട്രോളിയം എന്ന ഒരു നിഗമനം. ഈ പാറക്കെട്ടുകൾക്കിടയിലായിട്ട് അത് അടിഞ്ഞുകൂടിയിട്ട് അതിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു ഇന്ധനമാണ് പെട്രോൾ എന്നത്. മണ്ണിനടിയിൽ അതിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും മനുഷ്യനെ പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നതാണ് വസ്തുത. അപ്പോ ഇത് ആകാശത്ത് നിന്ന് ഇറക്കി തന്നതുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇതൊക്കെയും സൂര്യന്റെ ഊർജവുമായിട്ട് ബന്ധമുണ്ട്. ഈ ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ ജീവികളും ഒക്കെ തന്നെ ചത്തൊടുങ്ങിയപ്പോ അതിൽ നിന്ന് ഊറി വന്നിട്ടുള്ള ഈ ഇന്ധനം ഉണ്ടല്ലോ, ആ ഇന്ധനത്തിന് യഥാർത്ഥത്തിൽ അതിന്റെ സ്രോതസ്സായിരുന്ന മരങ്ങളും ചെടികളും മൃഗങ്ങളും ഒക്കെ അവയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സൂര്യനിൽ നിന്ന് ലഭിച്ച ഊർജത്തിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ മറ്റു പല രൂപങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതുമൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. അങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും ഇത് ഞാനോ നിങ്ങളോ ഒരുക്കി വെച്ച സംവിധാനമല്ല. ഭൂമിക്കടിയില് ഈ നമ്മളൊക്കെ ഇവിടെ പിറവിയെടുത്ത് ഇവിടെ ജീവിക്കാൻ തുടങ്ങിയ കാലത്തിന്റെ എത്രയോ മുന്നേ തന്നെ ഇവിടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. പ്രപഞ്ച സ്രഷ്ടാവ് തന്നെയാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായി ഒരുപക്ഷെ അതിന്റെ പ്രക്രിയകളൊക്കെ നടന്നു കാണും. അതിന്റെ ഫലമായിട്ട് മനുഷ്യന് ലഭ്യമാവുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന് ഇത് കണ്ടെത്തുന്നതിന് വലിയ കഴിവ് കാണിച്ചു, മികവ് കാണിച്ചു എന്നൊക്കെ പറയുന്നതിൽ ശരിയുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ അങ്ങനെയുള്ള സംഗതികൾ കണ്ടെത്താനുള്ള ബുദ്ധി കൊടുത്തുകൊണ്ട് അവന്റെ അന്വേഷണപരത വികസിപ്പിച്ചുകൊണ്ട് അവന്റെ ദൈവിക പദ്ധതി അള്ളാഹു നടപ്പിലാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഭൂമിക്കടിയിൽ നിക്ഷേപിച്ചിട്ടുള്ള പെട്രോളിയം കണ്ടെത്താനുള്ള ഒരു കഴിവ് മനുഷ്യന് കൊടുക്കണമല്ലോ. അപ്പോഴല്ലേ അത് രണ്ടും ചേർന്ന് ഫലപ്രദമാവുക. പെട്രോളിയം അവിടെ ഉണ്ടായാൽ പോരല്ലോ, അത് കണ്ടെത്താനും മനുഷ്യന് സാധിക്കണം. അപ്പൊ അവന്റെ അന്വേഷണം വികസിക്കണം. അതിന് ഫലപ്രദമായ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അതിനുള്ള പല കഴിവുകളും അവന് വേണം. അതിന് പിൻബലമാവുന്ന വിധത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനവും സൗകര്യങ്ങളും ഒക്കെയും അതും വേണം. ഇതൊക്കെ ചേർന്ന് വരുമ്പോഴാണ്. അപ്പൊ ഇതിന്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്റെ ഈ ചിന്ത വികസിക്കുന്നതും അവന്റെ സാങ്കേതിക വിദ്യ വളർച്ച നേടുന്നതും ഒക്കെ ഇതൊന്നും ഈ ചോദ്യം ഉന്നയിച്ച ആളോ ഞാനോ ചെയ്ത സംഗതിയല്ല. ഇത് കാലങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനൊരു ആസൂത്രകനുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്ന കാര്യം. അതിന്റെ പിന്നില് ദൈവികമായ ഒരു ആസൂത്രണം തന്നെയാണുള്ളത് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംഗതി. ആ കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ അതിൽ അനീതിയുമില്ല, യാതൊരു വിധത്തിലുള്ള അപഹാസ്യതവും അല്ലെങ്കിൽ അപഹസിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാവും. മറ്റൊരു കാര്യം, പടുകൂറ്റൻ കപ്പലുകൾ അള്ളാഹുവിന്റെ അത്ഭുതം എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് നാണക്കേടാണ് എന്ന് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലയോ എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. എനിക്ക് ഈ പറയുന്നതിൽ യാതൊരു അത്ഭുതവും തോന്നിയിട്ടില്ല. ഇതില് അപഹാസ്യമായിട്ട് യാതൊന്നുമില്ല, നാണക്കേടുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കാലം തന്നെ വളരെ പരിമിതമാണ്. ഒരു 60, 70, 100 വർഷങ്ങൾ ജീവിക്കുന്ന മനുഷ്യന് റിയലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയല്ല
കടലിലൂടെ വലിയ നമുക്ക് വിസ്മയമായിട്ട് അനുഭവപ്പെടുന്ന പടുകൂറ്റൻ കപ്പലുകൾ രൂപകൽപ്പന ചെയ്യുന്നു. അതൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളിലൂടെയായിട്ടുള്ള മനുഷ്യന്റെ മാനസിക വളർച്ചയിലും അതുപോലെ തന്നെ മനുഷ്യന്റെ ഭാവനയുടെ വളർച്ചയിലും മനുഷ്യന്റെ സയന്റിഫിക് തിങ്കിങ്ങിന്റെ ഒക്കെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിന് കൃത്യമായ ഈ കാലത്തെ അതിജയിച്ച് നിൽക്കുന്ന ഒരു ശക്തിയുടെ ആസൂത്രണം വളരെ അനിവാര്യമാണ്. അപ്പോഴേ അത് ഫലപ്രദമായിട്ട് വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. വലിയ കപ്പലുകള് മനുഷ്യൻ ഒരുപക്ഷെ ആദ്യമായിട്ട് കപ്പലുണ്ടാക്കിയ ഘട്ടത്തില് അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് ആലോചിക്കാൻ പോലും മനുഷ്യന് സാധിക്കുമായിരുന്നില്ല. പക്ഷെ ഇന്നൊക്കെ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്ന തരം കപ്പലുകൾ, വിശേഷിച്ച് ഈ വിമാനവാഹിനി കപ്പലുകൾ, യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ വലിയ വിസ്മയം തന്നെയാണ്. ഈ വിസ്മയം മനുഷ്യന് സാധ്യമായത് അത് ദൈവികമായി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കപ്പെട്ടു എന്നതാണ് വസ്തുത. ഈ വസ്തുത മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഈ സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള നാണക്കേടൊന്നുമില്ല. ദൈവം മനുഷ്യനോട് മത്സരിക്കുകയാണെന്നോ അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തോടാണ് മത്സരിക്കേണ്ടത് എന്നോ ഒക്കെയുള്ള ഒരു നോൺസെൻസിലൊന്നും ഇസ്ലാം നിലകൊള്ളുന്നില്ല. അങ്ങനെയുള്ള വാദം ഇസ്ലാമിനില്ല. അതുകൊണ്ട് ദൈവം ആണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ആവശ്യമായ ബുദ്ധി, ഭാവന, ശാസ്ത്രീയ ചിന്ത തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യന് നൽകുന്നതും ഈ ദൈവം തന്നെയാണ്. അപ്പൊ മറ്റൊരു വിഷയം, കപ്പലുകൾ ഫ്ലോട്ട് ചെയ്യുന്നത് അതിന്റെ രൂപം കാരണമാണ്. അത് ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ഭാരം ആ കപ്പലിന്റെ ഭാരത്തിലും കൂടുമ്പോഴാണ് അത് ചലിക്കുന്നത്. അതിനാൽ അതിൽ അള്ളാഹുവിന്റെ അത്ഭുതമില്ല. മനുഷ്യരുടെ അന്വേഷണത്വരയാണ് ആ കപ്പലുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ. മനുഷ്യന്റെ അന്വേഷണത്വരയും അവന്റെ ഭാവനയും ഒക്കെ അതിലുണ്ട്. ആ അന്വേഷണത്വരയും ഭാവനയും ഒക്കെ തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അതെല്ലാവർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും ഒരേ അളവിലില്ല. എല്ലാവർക്കും ഒരേ രീതിയിൽ സാധ്യമാകുന്നില്ല. ചിലർക്ക് പ്രത്യേകമായി കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഈ വക കഴിവുകൾ കുറവാണ്. അപ്പൊ ഇതിന്റെ പിന്നില് ഒരു ദൈവികമായ കൃത്യമായ ആസൂത്രണം ഉണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. മറിച്ചുള്ളത് ഇതൊക്കെ മനുഷ്യന്റെ കഴിവാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ മനുഷ്യന് അങ്ങനെ പലതും സങ്കല്പിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. അത് ഒരിക്കലും തന്നെ മനുഷ്യൻ ഒരു ക്രമം അനുസരിച്ചല്ലാതെ ദൈവികമായ ഒരു വ്യവസ്ഥയും ക്രമവും അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് ചെയ്യാൻ അവന് സാധ്യമല്ല. കാരണം ആദിമ മനുഷ്യന്റെ തലമുറയിൽപ്പെട്ട ഒരാൾക്ക് ഇപ്പോ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഒന്നും രൂപകൽപ്പന ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് ദൈവികമായി ഇവിടെ സംവിധാനിക്കപ്പെട്ടുള്ള ഒരു ക്രമം അനുസരിച്ചാണ് അതൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത്. ആ ക്രമം അനുസരിച്ചാണ് മനുഷ്യന്റെ ബുദ്ധിയും ഭാവനയൊക്കെ പ്രവർത്തിക്കുന്നത്. അതിന്റെ പുറകില് കൃത്യമായ ദൈവിക ആസൂത്രണം ഉണ്ട് എന്നതാണ് ഇസ്ലാം പ്രപ്പോസ് ചെയ്യുന്ന കാര്യം. അപ്പോ അതിന്റെ ചലനത്തിന്, കപ്പലിന്റെ ചലനത്തിന് അതിന്റെ രൂപം തീർച്ചയായിട്ടും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കടലിൽ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളുടെയും അതുപോലെ വായുവിൽ സഞ്ചരിക്കുന്ന പക്ഷികളുടെയും ഒക്കെ രൂപഘടന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കപ്പലും വിമാനവും ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് മനുഷ്യൻ അത്തരം നിർമ്മാണങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം സംഗതികൾ രൂപകൽപ്പന ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. അതൊക്കെയും ദൈവികമായ സംവിധാനത്തിന്റെ ഭാഗവുമാണ്. മറ്റൊന്ന്, കപ്പലിന്റെ നിർമ്മാണത്തിനും ചലനത്തിനും പിന്നിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് എന്നത് അതിര് കവിഞ്ഞ അവകാശവാദങ്ങളാണ്. ഇത്തരം അവകാശവാദങ്ങൾ ആധുനിക കാലത്ത് സ്വീകരിക്കപ്പെടുമോ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ചിന്തിക്കണതിന് എനിക്ക് യാതൊരു തടസ്സവുമില്ല. ഇത്തരം സംഗതികൾ ആധുനിക കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കണതിന് എന്താ പ്രശ്നം? പക്ഷെ അതിൽ അപഹാസ്യതയായിട്ട് യാതൊന്നുമില്ല. നിലയില്ലാത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു അടിത്തറ, വിശ്വാസപരമായ അല്ലെങ്കിൽ നിലപാടിൻ്റെതായ ഒരു അടിത്തറ ഉള്ള വിധത്തിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. അത്
വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു യുക്തിപരതയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ നിലപാട് തറ എന്താണ് എന്നത് നിങ്ങൾ ആദ്യം ഒന്ന് പരിശോധിച്ചു നോക്കും. മനുഷ്യൻ താനെ ആകസ്മികമായിട്ടുണ്ടായതാണോ? മനുഷ്യനെ അതല്ല ഒരു സ്രഷ്ടാവായ ദൈവം രൂപകൽപ്പന ചെയ്തതാണോ? ആ ദൈവം തന്നെയാണോ പ്രപഞ്ചത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? പ്രപഞ്ചത്തിൽ അനുദിനം മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുന്ന പല വിസ്മയങ്ങളും ഉള്ളത് ഈ പ്രപഞ്ച സംവിധാനവുമായിട്ട് അതിന് വല്ല ബന്ധവും ഉണ്ടോ? അതിനു വേണ്ടി ദൈവം നേരത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സത്യത്തിലേക്ക് എത്താൻ പറ്റിയെന്ന് വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ തരം യുക്തിരഹിതമായ ഒരു ചിന്തയുടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആലോചനയുടെ തലത്തിൽ നിങ്ങൾ നിലക്കൊള്ളും. അത് നിങ്ങളുടെ ഒരു ചോയ്സ് കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, കപ്പലുകൾ തകരുന്നു, മനുഷ്യരുടെ പരാജയമോ അള്ളാഹുവിന്റെ പരാജയമോ എന്നാണ് ചോദിക്കുന്നത്. കപ്പലുകൾ തകരുന്നത് മനുഷ്യരുടെ പരാജയമോ അള്ളാഹുവിന്റെ പരാജയമോ എന്നതിനേക്കാളേറെ അത് ദൈവിക നിശ്ചയം കൂടിയാണ്. അത് ചില സംഗതികൾ കോയിൻസൈഡ് ചെയ്ത് വരുമ്പോഴാണ്. ഇപ്പൊ കപ്പല് തകരുന്നത് ഒന്നുകിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. പാറക്കെട്ടിൽ പോയി ഇടിച്ചത് കാരണമായിട്ട് തകരാം, ഒരു ആക്രമണം ഉണ്ടാകുന്നത് കാരണമായിട്ട് തകരാം. ഇപ്പോ യുദ്ധക്കപ്പലുകളൊക്കെ തകർക്കുന്ന ചിത്രങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മിസൈൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായാൽ തകരാം. ഇത് അള്ളാഹുവിന്റെ പരാജയവും അല്ല, അത് നിർമ്മിച്ച ആളുകളുടെ പരാജയവും അല്ല. അത് നിർമ്മിക്കപ്പെട്ടത് അത്തരം ആക്രമണങ്ങളിൽ തകർന്നു പോകാൻ ഇടയുള്ള വിധത്തിൽ തന്നെയാണല്ലോ. അതിന് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള അങ്ങനെ തന്നെയാണ്. അതിന്റെ നിശ്ചയവും അങ്ങനെയാണ്. ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാറക്കെട്ടിൽ ഇടിച്ചാൽ അത് തകർന്നു പോകും എന്ന വിധത്തിലുള്ള ഒരു നിശ്ചയവും അതിനുണ്ട്. ഇപ്പോ പല സംഗതികളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ കേരവൃക്ഷം, ഒരു തെങ്ങ്, അതിന്റെ അടിയിൽ എടുത്ത് വെട്ടിയാൽ ആ തെങ്ങ് താഴേക്ക് വീഴൂലേ? അപ്പോ അതിലുള്ള ഒരു ആക്രമണം, തെങ്ങിനുള്ള ഒരു ആക്രമണമാണ് ഈ കൊണ്ട് വെട്ടുക എന്ന് പറയുന്നത്. കപ്പലിന് മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് പോലെ തെങ്ങിന് നേരിടേണ്ടി വരുന്ന ഒരു ആക്രമണമാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് ആരുടെ പരാജയമാണെന്ന് ചോദിച്ചാൽ അത് ഒരു നിശ്ചിത ഘട്ടത്തില് ആരെങ്കിലുമൊക്കെ മഴുവായിട്ട് വന്ന് വെട്ടിയിടും എന്നത് അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു ഖദറാണ്. അത് അത്രയും കാലം ജീവിക്കാനും അത്രയും കാലം ഫലം നൽകാനും ഒക്കെ ആയിരുന്നു അള്ളാഹു തീരുമാനിച്ചത് എന്നാണ് അതിന്റെ സൂചന. അത് നട്ടു വളർത്തിയ ആളുടെ പരാജയമോ അല്ലെങ്കിൽ തെങ്ങിന് രൂപകൽപ്പന ചെയ്ത അള്ളാഹുവിന്റെ പരാജയമൊന്നുമല്ല. അങ്ങനെയാണ് ഇപ്പൊ ഒരു വീടുണ്ടാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? വീടുണ്ടാക്കി എന്ന് കരുതിയിട്ട് അത് അന്ത്യനാള് വരെ അങ്ങനെ നിൽക്കുമോ? അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം വരെ അത് കേടുപാടുകളില്ലാതെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് അങ്ങനെ നിലനിൽക്കും. പിന്നീട് അത് നശിച്ചു പോവും. അത് അതിന്റെ വിധിയാണ്, അതിനുള്ള നിശ്ചയമാണ്. മറ്റൊന്ന്, ചില പിഞ്ചു കുഞ്ഞുങ്ങൾ അംഗവൈകല്യത്തോടെ ജനിക്കുന്നു. അത് സ്രഷ്ടാവായ അള്ളാഹുവിന്റെ കുഴപ്പമാണോ എന്നാണ് ചോദ്യം. അത് കുഴപ്പമല്ല, സ്രഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അത് ചില വൈകല്യങ്ങളോടുകൂടി ജനിക്കുക എന്നത് ചിലര് അത് ദൈവിക സൃഷ്ടിപ്പിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. ചില ആളുകൾക്ക് എക്സെപ്ഷണൽ ആയ ബുദ്ധി ഉണ്ടാവും. വേറെ ചിലർക്ക് വളരെ പരിമിതമായ സാധാരണമായ കാര്യങ്ങൾ പോലും അത്ര എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാവുകയോ കത്തുകയോ ചെയ്യാത്ത ആളുകളുണ്ടല്ലോ. അപ്പൊ ഇത് അള്ളാഹുവിന്റെ നിശ്ചയാണ്. ചിലർക്ക് ചിലത് അധികം കൊടുക്കുക എന്നുള്ളത്, ചിലർക്ക് ചിലത് കുറച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോഴാണ് ഭൂമുഖത്ത് മനുഷ്യര് പരസ്പരം ആശ്രയിക്കുന്നവരായിട്ട് മാറുക. അപ്പോഴാണ് ഭൂമിയിൽ എല്ലാവർക്കും വിലയുണ്ടാവുക, എല്ലാവർക്കും ഒരു മൂല്യം ഉണ്ടാവുക. അപ്പം ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു രീതിയും പ്രത്യേകതയും ഒക്കെയാണ്. അതുകൊണ്ട് ചില കുട്ടികള് വൈകല്യങ്ങളുള്ളവരുണ്ടാവും. അങ്ങനെ വൈകല്യമുള്ളവരായിട്ട് ജനിക്കാനാണ് അള്ളാഹു അവരുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ദൈവികമായ യുക്തിയും കാണും അതിന്റെ പുറകില്. അപ്പോ അതുപോലെ ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്, കപ്പലുകൾ തകരുന്നത് ചിലരുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് കർമ്മഫലം എന്നുള്ള നിലക്കാണ്. ഇപ്പോ ഈ സൂറത്തിലെ 33-ാമത്തെ ആയത്തില് യൂബിഖുഹുന്ന എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലുകളെ അവൻ തകർത്ത് കളയല്ലേ നശിപ്പിക്കുകയോ ചെയ്യുന്നു എന്നൊരു സൂചന അവരുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട്. ചില കപ്പലുകൾ തകരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്.
ആ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നുകിൽ അതിന്റെ ഉടമ, അല്ലെങ്കിൽ അതിൽ സഞ്ചരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ കപ്പലിലുള്ള സൈന്യം, അവരുടെയൊക്കെ ധിക്കാരപരമായ പ്രവർത്തനങ്ങൾ കാരണമായി അവരുടെ അന്ത്യം കുറിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിട്ട് ആ കപ്പൽ തകർന്നു പോകും. അത് അള്ളാഹുവിന്റെ ഒരു നടപടിയാണ്. എല്ലായ്പ്പോഴും കപ്പൽ തകരുന്നത് അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. ചിലപ്പോൾ ആ ആളുകളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത കാരണങ്ങളാലും ഈ ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെയും ഒക്കെ കപ്പൽ തകരും. അതുപോലെ നമ്മുടെ സംരംഭം പരാജയപ്പെട്ടെന്ന് വരും. ഇതൊന്നും എല്ലായ്പ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടിയോ അല്ലെങ്കിൽ ദൈവിക നടപടിയോ ആയിട്ടാവണം എന്നില്ല. അങ്ങനെ ഖുർആൻ പറയുന്നുമില്ല. ഖുർആൻ കപ്പലൊക്കെ തകരുന്നതിന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കാരണവും ഉണ്ടാകാം. അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ചിലപ്പോൾ വലിയ അഹന്ത, വലിയ ധിക്കാരമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മള് വീമ്പിളക്കിക്കൊണ്ടും വാശി കാണിച്ചുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും ഒക്കെ അങ്ങ് പുറപ്പെടും. അത് വളരെ നിസ്സാരമായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ട് അത് തകർന്നു പോകുന്നത് കാണാൻ, പിന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് പത്രങ്ങളിൽ വരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത്തരം സംഗതികൾക്ക് ആ ആളുകളുടെ പ്രവർത്തനങ്ങളുമായി നിലപാടുമായൊക്കെ ബന്ധമുണ്ടാവും. എല്ലായ്പ്പോഴും അങ്ങനെയാണ് എന്നല്ല അതിന്റെ സൂചന. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മിക്കവാറും ഒരു സെഷൻ കൂടി നമുക്ക് ഈ ചോദ്യോത്തരങ്ങൾക്കായിട്ട് മാറ്റിവെക്കേണ്ടി വരും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.